അങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിലുള്ള മറ്റൊരു മോഡലിനെ കൂടി കിയ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതാണ് EV9. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,29,00,000 രൂപയാണ്. അതിനുമാത്രം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ EV9ൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് ഫ്രണ്ടിനെ കുറിച്ച് പറയാം. ക്ലോസർ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗമാണ്, കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രിൽ പാറ്റേൺ ഒക്കെ ഭയങ്കര ക്ലോസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് കാണുന്ന സമയത്ത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വാഹനം എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇവിടെ കണക്റ്റഡ് ആയിട്ട് ഒരു സിൽവർ ലൈൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സാധാരണഗതിയിൽ അവിടെ ഒരു കണക്റ്റിംഗ് ലാമ്പാണ് കാണാറുള്ളത്. ഇപ്പം ലാമ്പ് അതിനകത്ത് കാണുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ അഡാസ് ഫീച്ചേഴ്സിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കാണാം. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇത് ഫംഗ്ഷനിങ് ആണ്. ഒരു കർട്ടൻ അങ്ങോട്ട് ഇതാക്കി വരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇതിൻ്റെ DRL നിങ്ങൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു L നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതന്നെയാണ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പ് കാണാം. ധാരാളം മെട്രിക്സുകളായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇവിടെയും നമുക്ക് കുറേ L പാറ്റേൺ കാണാം. ഇതൊക്കെ ഒരു DRLൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു ഭാഗം കാണാൻ. ശരിക്കും ഇത് ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഒരു L ആണ്. ഇവിടെ സാധാരണഗതിയിലുള്ള Lകളാണ് എന്നുള്ളതാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിൽവർ ലൈനും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ എയർ ഡാം യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസറുകൾ കാണാം. ഫ്രണ്ട് ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഭാഗം പോലെ എനിക്ക് തോന്നി. സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. വലിയ വാഹനമാണ്. 561 കിലോമീറ്ററാണ് ഒറ്റ ചാർജിൽ നമുക്കിത് റേഞ്ച് കിട്ടുന്നത്. മാത്രമല്ല ഒരു കാര്യം കേട്ടോ, 0 to 100 ജസ്റ്റ് 5.3 സെക്കൻഡ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും. 24 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് 10 to 80% ചാർജ് ചെയ്തെടുക്കാനും പറ്റും എന്നുള്ളതാണ്. 20 ഇഞ്ച് വീലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീൽ പാറ്റേൺ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ. ഒരു ത്രികോണമൊക്കെ പോലെ കൊടുത്ത് കിയൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ആ ഒരു ഡിസൈൻ ഒരു വ്യത്യസ്തത പോലെ തോന്നുന്നുണ്ട്. അതിനവിടെ ഫെൻഡർ കാണാം. ഇത് ശരിക്കും നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് ഇപ്പം ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് എന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. ഇത് അകത്തേക്ക് പോകുന്ന തരത്തിലാണ്. ഡോർ ലോക്ക് അൺലോക്കിൻ്റെ സമയത്ത് അകത്തേക്ക് കയറി പോകും. റൂഫ് റെയിൽസ് കാണാം. നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ. ഏറെക്കുറെ എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. വലിയ വാഹനമാണ്. 7 സീറ്ററാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചാർജിങ് ഭാഗവും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെയാണ്. യെസ് ഓക്കെ, നമുക്ക് AC DC ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ആ തരത്തിലാണ് ഇത് കൊടുത്തുള്ളത്. അവിടെ ഒരു ബട്ടൺ ഉണ്ട്, വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ വ്യൂ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷനും വരുന്നുണ്ട് കേട്ടോ. അഡാസ് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് പാറ്റേൺ കാണാം. അത് ശരിക്കും നമ്മൾ ഇതിന് ചെറിയ എലമെൻറ്റ് വോൾവോയിൽ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കാഡിലാക്കിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ വ്യത്യാസമുണ്ട്. അതിങ്ങനെ കയറി നിൽക്കുന്നൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു രസമല്ല, ഒരു എന്താ പറയുക, ഒരു ഡയമണ്ട് എഫക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിങ്ങോട്ടും കയറി നിൽക്കുന്നു. ഇത് ടൈൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. കിയൻ്റെ ബാഡ്ജിങ് ക്യാമറ ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമുക്കൊരു ക്യാമറ കാണാം. ഇതിനെനിക്ക് തോന്നുന്നു നമ്മുടെ റിയർ വ്യൂ മിററിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ഇത് കൊടുത്തേക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻ്റർനാഷണൽ മോഡൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. യെസ്, അതിനകത്ത് ക്യാമറ ഉണ്ട് കേട്ടോ. ക്യാമറ ഒക്കെ ഉണ്ട്. ഷാർപ്പിൻ ആൻറ്റിന കാണാം. അതുപോലെ തന്നെ സ്പോയിലർ യൂണിറ്റ്, ശരിക്കും വലിയ സ്പോയിലർ. ഇതിനകത്താണ് ഈ ഒരു വൈപ്പർ യൂണിറ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. വൈപ്പർ അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണെന്നുള്ളതാണ്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റ് ആണ്. നൈസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. അതായത് സാധാരണ ഇതിൽ ഒരു 7 സീറ്ററിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും സ്ഥലം കുറച്ചതിനകത്ത് തോന്നി. താഴ്ഭാഗത്ത് നമ്മുടെ പാർസൽ ട്രേ ഒക്കെ മടക്കി അതിനകത്തേക്ക് വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചുള്ളത്. ഇതിൻ്റെ ചാർജിങ് കേബിളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, നല്ലൊരു ബാഗിലെ കൊണ്ടുനടക്കുമ്പോൾ ഓഫീസിലൊക്കെ പോകണവർ. ഇത് നമ്മളെ വെഹിക്കിൾ ടു ലോഡ് അങ്ങനത്തെ, അതായത് വേറെ വണ്ടിയിലേക്കൊക്കെ ചാർജ് ചെയ്യാനോ ഒക്കെ നമുക്ക് സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പോർട്ട് കാണാം. മാക്സിമം 250 വാട്ട് 16 ആംപിയറിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എക്സ്റ്റേണലാണ്. സെക്കൻഡ് റോയും തേർഡ് റോയും നമുക്ക് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാം. ഇത് ഫോൾഡ് ചെയ്യുന്നുണ്ടോ? ഹെഡ്രസ്റ്റൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ഫോൾഡായി. നൈസ്. പിന്നെ അതേപോലെ തിരിച്ച് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രണ്ട് ആ സീറ്റ് നമുക്ക് ഇതേപോലെ ഇവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഇരുന്നിട്ട് തന്നെ നമുക്കിതൊക്കെ ഫ്ലാറ്റ് ആക്കിയിട്ട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. ഇനി ഇത് പൊങ്ങി വരുന്ന സമയത്ത് ഹെഡ് റെസ്റ്റ് നമ്മൾ മാനുവലി പൊക്കി കൊടുക്കണം. അത് ഇലക്ട്രിക്കലി പൊങ്ങൂല എന്നുള്ളതാണ്.
നൈസ് അല്ലേ? എക്സ്റ്റീരിയർ ഇതാണ്. ഇനി നമുക്ക് ഇന്റീരിയർ ഒന്ന് പോയി നോക്കാം. ഇന്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് ആമസോണിൽ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള നമ്മുടെ ഇൻവോൾവ് വണ്ടിൻ്റെ മസ്ക് എന്ന് പറയുന്ന ഫ്രാഗ്രൻറ്റിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ആമസോണിനകത്ത് ഒരു ഓഫർ സെയിലൊക്കെ നടക്കുന്നുണ്ടല്ലേ, അപ്പോൾ ഈ ഒരു സാധനവും നിങ്ങൾക്ക് നല്ല ഓഫറിൽ വാങ്ങാൻ കഴിയും. ഇതൊരു കാർ ഫ്രാഗ്രൻ്റ് ആണ്, ഇൻവോൾവ് വൺ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കൊരു 2-3 മാസക്കാലമൊക്കെ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും. ഒരു 300 രൂപയോളമാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു ഫ്രാഗ്രൻ്റ് ആണ് മസ്ക്. ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ കമൻറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പേഴ്സണലി നമ്മൾ കാണുമ്പോൾ പല ആൾക്കാരും പറയാറുണ്ട് ഇൻവോൾവ് വൺ അടിപൊളിയാണ് കേട്ടോ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഉപയോഗിക്കാത്ത ആൾക്കാരത് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ അതിന് മറ്റ് ഫ്രാഗ്രൻസ് ഉപയോഗിച്ച ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മസ്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു കൂപ്പൺ കോഡുണ്ട്, അത് ഉപയോഗിച്ച് ഞാൻ 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അത് ഇൻവോൾവ് വണ്ണിൻ്റെ വെബ്സൈറ്റ് നാട്ടാം. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. ശരിക്കും 282 kWh ആണ് ഇതിൻ്റെ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ. അത് ഏകദേശം 380 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും. 700 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. 198 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതുകൂടി ഇതിൻ്റെ കൂടെ പറയാം. ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ നോക്കിയാൽ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു കോഫി ബ്രൗൺ ടച്ചൊക്കെ ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. കുറച്ചുകൂടി മോസ്റ്റ് മോഡേൺ അല്ലേ, ആ ഒരു പ്രീമിയം കോൺസെപ്റ്റ് ഒക്കെ നിലനിർത്തിയിട്ടുണ്ട്. ഡോർ സൈഡിലേക്ക് വരാം. ഇതാണ് ഡോർ ഹാൻഡിൽസ്. അതൊരു ഇത് നോക്കിയാൽ ഇത് ശരിക്കും ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് എനിക്കൊരു ഗ്രേ കളറൊക്കെയാണ് തോന്നുന്നത്. ഇനി ഇത് ഈ ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് പകൽ വെളിച്ചത്തിൽ ഒരു ഗൺ മെറ്റാലിക് ടച്ച് അല്ലെങ്കിൽ ഗ്രേ ടച്ച് എന്നൊക്കെ പറയാം. സീറ്റിൻ്റെ കൺട്രോള്, വെൻറ്റിലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പറി സീറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് ഹീറ്ററാണ്. അതുപോലെ തന്നെ വെൻറ്റിലേഷൻ കാര്യങ്ങൾ കൺട്രോൾ കാണാം. പവർ വിൻഡോ കൺട്രോൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക്, മിററിൻ്റെ കൺട്രോളും കാര്യങ്ങളും, ചൈൽഡ് ലോക്കും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലെതറാണ്. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ ശരിക്കും ഒരു ഫാബ്രിക് അപ്പോൾസ്റ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് എന്ന് പറയാം. അവിടെ നമുക്കൊരു വാർണിംഗ് കാര്യങ്ങൾ കാണാം. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെ രസമുണ്ട്. മെറിഡിയൻ്റെ സറൗണ്ട് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. സീറ്റും കൂടി പറയാം. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. ലെതർ സീറ്റാണ്. ഫ്രണ്ടിലും ബാക്കിലും വെൻറ്റിലേറ്റഡ് ആണ്. അതായത് 3 സീറ്റും ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. നൈസ്. അതുപോലെ നോക്കിയാൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. GT ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. EV9ൻ്റെ GT ലൈനാണ് തോന്നുന്നത്. അതിന് ഹെഡ് റെസ്റ്റ് ഒക്കെ നോക്കിയാൽ ഒരു ഓഫീസ് ചെയർ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിംഗ് കോൺസെപ്റ്റിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ പറയാം. ശരിക്കും ഇതൊരു കാണാനൊരു കോൺസെപ്റ്റ് കാർ പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് അത് കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാം. പെഡൽസ് നോക്കിയാൽ പെഡൽസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്ലസ് മൈനസ് എന്ന് കാണാം. മൈനസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കാൻ, അതായത് ബ്രേക്ക്. പ്ലസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ, അതായത് ആക്സിലറേഷൻ. മറ്റൊരു പെഡലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഡെഡ് പെഡലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് രസമായില്ലേ? ഓക്കെ, ഇനി നമുക്കിതിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീല് ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്ത് ആ ഒരു ഗ്രേ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രൈവ് മോഡും ടെറൈൻ മോഡും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ശരിക്കും ഒരു 4 വീൽ ഓപ്ഷൻ പോലെയാണ് ഇത് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഗിയർ സിസ്റ്റം ഇവിടെയാണ്. ഇതിങ്ങനെ തിരിച്ചുകൊണ്ടാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുക. മുകളിലേക്കും താഴേക്കും ആക്കിയിട്ട് ഇപ്പോൾ ഉള്ളത് പീലാണ്. തൊട്ടിപ്പുറത്ത് തന്നെ EV എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. ഈ ബട്ടണാണ് ഇതിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അല്ലെങ്കിൽ ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അല്ലെങ്കിൽ ഈ വാഹനം ഓൺ ആക്കുന്ന ബട്ടൺ എന്ന് പറയാം. എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ ടൈൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 2 വട്ടം നീക്കി കഴിഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ ആക്കാം. അതായത് ഫ്രണ്ടിലത്തെ ഭാഗം. ഇതാ പവർ ബ്രേക്ക്, ഫ്യൂവലിൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തിന് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് കൈവിട്ടിട്ട് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. AC വെൻസ്, ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഒരു ലെതർ കോട്ടഡ് പ്ലാസ്റ്റിക് എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്, പക്ഷേ അതിനകത്തൊരു ട്രയാരോ ഡിസൈൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ട്രയാരോ ഡിസൈൻസ് കാണാം. നൈസ്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗണിൻ്റെ കൺട്രോൾ, അതുപോലെ സ്റ്റാർ ബട്ടൺ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ലെയിൻ കീപ്പ് അസിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ സ്പെക്ക് ആയതുകൊണ്ടാണ് ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് വന്നതെന്ന് തോന്നുന്നു കേട്ടോ. സാധാരണ ഇതിൽ ഇതൊക്കെ ഇപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവാറുള്ളത്. ഒരു റേസ് ഇൻസ്പെക്ഷൻ വേണമെങ്കിൽ പറയാം, കാരണം ഇതൊരു ഓവൽ ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത്, റൗണ്ട് ഷേപ്പ് അല്ല. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആണ്. അതായത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം രണ്ടും ഡിജിറ്റലായിട്ടാണ്. അതിനകത്ത് കീ നോട്ട് ഇൻ വെഹിക്കിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കീയിനകത്തൊരു രസം ഉണ്ടായിരുന്നു. നിൽക്കുന്ന സമയത്ത് ഒരു പച്ച കളർ വരും. അത് കാണിക്കാനുള്ള വഴിയൊന്നുമില്ല. അപ്പോൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചുള്ളത്. ഇനി വേറൊരു കാര്യം കാണിക്കാം. ഇതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂ ഒന്ന് ഇനാബിൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. ഇല്ല, കാണില്ല. ഓക്കെ, അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആട്ടോ. നോക്കിയാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. വേറെ നോക്കിപ്പോയി. ഓക്കെ, നൈസ്. സൗണ്ട് നോക്കിയാൽ ഇത് നമ്മളുടെ ആ ഒരു മൂഡ്, അതായത് ഓരോ റെയിനി ഡേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്തുണ്ട്. അത് വേറെയും വാഹനങ്ങളിലകത്ത് നമ്മൾ കണ്ടിട്ടായിരുന്നു. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ശരിക്കും ഇതൊരു ഡാഷ്ബോർഡാണ്, പക്ഷേ അതിനകത്ത് നമുക്ക് ബട്ടൺസ് ഉണ്ട്. ഹോം നോക്കി കഴിഞ്ഞാൽ ഹോം വർക്ക് ചെയ്യും.
മാപ്പ് ആക്കി കഴിഞ്ഞാൽ നാവിഗേഷൻ ഓൺ ആയിട്ട് വരും. സെർച്ച് നോക്കി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. മീഡിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയ മോഡിലേക്ക് പോകും. സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ അല്ലേ, ഇത് ഒരു ഡിഫറെൻറ്റ് ഒരു പ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കണ്ടു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ടെന്ന് പോലെ തോന്നില്ല, പക്ഷേ അതിന് പകരം ഇങ്ങനെ അവിടെ എഴുതി വെച്ചേക്കണേ മാത്രമാണ് തോന്നുന്നുള്ളൂ. ഒരു വെറൈറ്റി സംഭവം. അതേപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഇതാ ഇവിടെ കൊടുത്തേക്കണം. ജസ്റ്റ് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫായി, സൗണ്ട് ഓഫ് നാച്ചർ ഓഫായിട്ടുണ്ട്. ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ, ഫാനിൻ്റെ സ്പീഡപ്പ്, ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, മോഡ്, നമ്മുടെ ടെമ്പറേച്ചർ മോഡ്, വീണ്ടും ടെമ്പറേച്ചർ, ഡ്യുവൽ സോൺ ടെമ്പറേച്ചറാണ്. ഇത് കൊടുത്തേക്കണ ആ ഒരു രീതിയും നല്ല ഭംഗിയുണ്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് AC വെൻസ് കാണാം, ഒരു ക്രോം ഉണ്ട്, 64 കളേർഡ് ആയിട്ടുള്ള ആംബിയൻ ലൈറ്റിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു കുനിഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെ ഈ ഒരു മെറ്റീരിയൽ, ഒരു ഫാബ്രിക് മെറ്റീരിയലൊക്കെ കൊടുത്ത് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള ഡാഷ് ബോർഡാണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. ഇനി ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഡൈനാമിക് അഡ്ജസ്റ്റ്മെന്റ് റിയർ വ്യൂ മിറർ കാണാം. ഇതിനകത്താണ് ആ ഒരു ക്യാമറ. ഞാൻ ബാക്കിൽ കാണിച്ചിരുന്ന ആ ഒരു ക്യാമറ വ്യൂ ഇല്ലേ, അതിപ്പോൾ ഇപ്പോൾ കാണാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ബൂട്ട് ഓപ്പൺ ആയി നിൽക്കണം. അതുകൊണ്ട് മുകളിലുള്ള ആ ഒരു കമ്പിയൊക്കെയാണ് കാണുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മൾ ആ ഒരു കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ C ടൈപ്പ് ചാർജിങ് പോർട്ട്. ഇനി ഈ C ടൈപ്പ് ചാർജിങ് പോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഇത് ചാർജിങ് ആണ്. മുകളിലത്തെ ലൈറ്റ് ഉണ്ടോ, ഇതാണ് കത്തണേ. ഇനി താഴെ ചാർജിങ് പ്ലസ് USB-ൻ്റെ ഇടുന്നുണ്ട്. അത് ഒന്നുകൂടി ആക്കി കഴിഞ്ഞാൽ അതിലേക്ക് വരും. ആ സമയത്ത് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള USB നമ്മളെ മീഡിയ മോഡിലേക്ക് ഡ്രൈവ് ചെയ്യും. അതായത് മീഡിയ അതിനകത്തു നിന്നുള്ള റീഡ് ചെയ്തെടുക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. നൈസ്. ഇവിടെ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കാണാം. സെൻട്രൽ ടണൽ പരസ്പരം കണക്റ്റഡ് അല്ല, വിട്ടു നിൽക്കുന്നു. താഴ്ഭാഗത്ത് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആക്ച്വലി ഈ സ്റ്റോറേജ് സ്പേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കയറി നിൽക്കും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങനെ മടക്കി വെക്കാം. അപ്പോൾ ഇതൊരു സ്റ്റോറേജ് സ്പേസ് ആയി. ഇനി ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡറായി, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പ് ഹോൾഡറായി. അതായത് ഒരു മൾട്ടി പർപ്പസ് കപ്പ് ഹോൾഡർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചുള്ളത്. നൈസ്. വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാമറൻ്റെ ബട്ടൺ ഇവിടെ ഉണ്ട് കേട്ടോ. ക്യാമറ വിസിബിലിറ്റി കണ്ടു നോക്കിയാൽ ശരിക്കും വെള്ളവണ്ടിയാണ് കാണിക്കുന്നത്. ഇവർക്ക് ഈ വണ്ടിയുടെ കളറിനെ കാണിക്കാനുള്ള ഒരു അപ്ഡേഷൻ കിട്ടിയില്ല. അത്ര ഞാൻ ഹാപ്പി അല്ല ക്യാമറ വ്യൂവിൽ. എനിക്ക് തോന്നുന്നു ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ, ഹിൽ ഹോൾഡിൻ്റെ ബട്ടൺ, ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ, പാർക്കിങ്ങിൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. നൈസ്. സ്റ്റോറേജ് സ്പേസ്, ആംബ്രസ്റ്റ്, അത്യാവശ്യം നല്ല വലിയൊരു ആംബ്രസ്റ്റാണ്. നൈസ്. ഇവിടെ ഒരു ആംബിയൻ ലൈറ്റൊക്കെ കാണാം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് അല്ലേ സെൻട്രൽ കൺസോള്? രസമുണ്ട്. മൊത്തത്തിൽ വണ്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു സംഭവം നോക്കി കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. ഇനി ഇവിടെ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടി ഉണ്ട്. അത് പറയാൻ പറഞ്ഞത്, ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര മോഡേൺ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇനി സെക്കൻഡ് റോയിലേക്ക് വരാം. നമ്മൾ കാർണിവലിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് റോയും ഭയങ്കര സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. ഇലക്ട്രിക്കലി നമുക്ക് മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രണ്ടിൽ നമ്മൾ കണ്ട അതേപോലെ തന്നെയുള്ള സീറ്റുകളാണ്. അതുപോലെ തന്നെ മോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി കാണിക്കട്ടെ. ഇതിൻ്റെ സീറ്റിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ നല്ല രസമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോക്കിയാൽ ഇത് വെച്ചേക്കണം. ആ ഒരു മഗ് വെക്കാനുള്ള സ്പേസ് ഈ കപ്പ് ഹോൾഡറിനകത്തുള്ളത് കാണിക്കാൻ വേണ്ടി വെച്ചേക്കണം. പക്ഷേ ഞാനിത് എടുത്തത് ബോസ് സീറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബോസ് സീറ്റ് ഫെസിലിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു USB-C ചാർജിങ് പോർട്ടും നമുക്ക് കാണാൻ പറ്റും. ഫയൽ പോക്കറ്റ് കാണാം. ഇതിൻ്റെ ഇവിടെ തന്നെ വെക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ഇങ്ങനെ നമുക്ക് ഇത്രയും ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇതിൽ അങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് ആണ്. റെഫ്രിജറേറ്ററൊക്കെ ആയിട്ട് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അതായത് ബോട്ടിൽ ഹോൾഡറൊക്കെ ആക്കി വെക്കാൻ പറ്റുന്ന. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാത്രം ഇങ്ങോട്ട് നീട്ടാം. ഇത്രയും ഭാഗം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തന്നെ ട്രേ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ വേണമെങ്കിൽ വെക്കാനും, അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെക്കാനും, അതുപോലെ മൊബൈലൊക്കെ വേണമെങ്കിൽ വെക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തത്. രണ്ടും ആവശ്യമില്ലെങ്കിൽ നീക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ലോക്കായിരുന്നു ചെയ്തോളും എന്നുള്ളതാണ്. സെക്കൻഡ് റോ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. നല്ല ലെഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹെഡ് റെസ്റ്റ് ഉണ്ട്. വേറെ കാര്യം ഇതിനകത്ത് പാനറമിക് സൺറൂഫ് ഉണ്ട്. 2 സൈഡായിട്ട് ഓപ്പൺ ആവുന്നത്, ഫ്രണ്ടിലായിട്ട് ഒന്ന് ഓപ്പൺ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നത് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആവുന്ന തരത്തിലാണ് കൊടുത്തത്. ടെമ്പറേച്ചർ കൺട്രോൾ ഇവിടെയാണ്, റൂഫിലാണ് കൊടുത്തിട്ടുള്ളത്. AC വെൻറ്റ് ഇവിടെ കാണാം. സൈഡിലൊന്നും AC വെൻറ്റ് കൊടുത്തില്ല. കറക്റ്റ് തലൻ്റെ മുകളിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കറക്റ്റ് തലക്ക് കിട്ടിക്കുന്നു. തല നല്ല തണുത്തോളും. ഇനി ഇതിലൂടെ തന്നെയാണ് നമുക്ക് തേർഡ് റോയിലേക്കും കയറാനുള്ളത് എന്നുള്ളതാണ്. അത് ശരിക്കും ഒരു സ്പേസ് കൊടുക്കായിരുന്നു. പിന്നെ ഇത് ഇലക്ട്രിക്കലിയാണ്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കാൻ നമ്മൾ കുറേ സമയം ഇങ്ങനെ കാത്തിക്കണം. അങ്ങനെ കാത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിലേക്ക് കയറാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു ചൈൽഡ് സീറ്റാണ്. ഇത് അതൊന്നും കൂടുതൽ നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷേ ഞാൻ ചില സമയത്തൊക്കെ കണ്ടുപിടിച്ച പോലെ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് മുന്നിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കൂടി കുറച്ച് വേണം. ഇതിനും നമുക്ക് എന്ത് ചെയ്യാൻ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ കാണിച്ചാൽ അങ്ങോട്ട് ഇരിക്കുമോ കേട്ടോ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് റിക്ലൈനിങ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു C ടൈപ്പ് ചാർജിങ് പോർട്ട് ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇത് ഇതേപോലെ ഇപ്പുറത്തെ സൈഡത്തെ ആൾക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഒരു കാര്യം, റൂം
നോക്കിയാ 8 വിരലിൻ്റെ ഗ്യാപ്പ് ഹെഡ് റൂം എനിക്ക് ബാക്കിലുണ്ട്. ഇനഫ് സ്പേസ് ആണ്. വലിയ ക്വാഡ്രോ ഗ്ലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിസിബിലിറ്റിയും ഇനഫാണ്. എനിക്ക് തോന്നുന്നു 7 സീറ്റുകളിൽ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, അതായത് കമ്പാരിറ്റീവ്ലി നല്ല ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കിടിലൻ 3rd റോ സീറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇത് നമുക്ക് ഫ്രണ്ട് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഇവിടെ നമുക്കൊരു ഫ്രണ്ട് സ്പേസ് ഉണ്ട്. ശരിക്കും ഇത് ഇൻ്റർനാഷണൽ സ്പെക്ക് ആണെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ ഒരു ബട്ടൺ. അത് ഇൻ്റർനാഷണൽ മോഡലിൽ മാത്രം അധികം കാണുന്നതാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഫ്രണ്ട് ഓപ്പൺ ആക്കാനുള്ളതാണ്. ആ ഒരു ബട്ടൺ ഇവിടെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി സാധനങ്ങളൊക്കെ വീണ് പോകുന്നു. ഇവിടെ ശരിക്കും ഒരു കവർ ഉണ്ട് കേട്ടോ. ഈ കവർ ഇപ്പോൾ മിസ്സായതേക്കണം. അവിടുത്തെ ഒരു സാധനം പോയേക്കണം. അപ്പോൾ ഒരു ഫ്രണ്ട് സ്പേസ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്കത് ക്ലോസ് ചെയ്യാം. നൈസ്. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കിയ EV9 എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. 1,30,00,000, അതായത് 1,29,990 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സിംഗിൾ ചാർജിൽ 561 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ EV അല്ലെങ്കിൽ ഒരു കിടിലൻ EV7 സീറ്റർ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.